ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഹെൽത്തി പാനീയം ദിവസവും ഒരു ഗ്ലാസ് കുടിച്ചാൽ പല രോഗങ്ങളും വരാതിരിക്കാനും വന്ന രോഗങ്ങൾ മാറാനും ഹെൽപ്പ് ചെയ്യും. മുടിക്കും സ്കിന്നിനുമെല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ബയോട്ടിൻ ഹെൽത്തി ഡ്രിങ്ക്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് നല്ല ഹെൽത്തിയായി കഴിക്കുക എന്നതുകൂടി ഉണ്ട്. സ്കൂളിലും കോളേജിലും ഓഫീസിലും പോകുന്ന എല്ലാവർക്കും, കൂടാതെ അതിനേക്കാൾ വീട്ടമ്മമാർക്കും ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയും. ഇനി ആരും സമയമില്ല എന്ന് പറഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നമ്മളെല്ലാവരും പ്രാധാന്യം കൊടുക്കണം. ആഹാരം തന്നെയാണ് മനസ്സായി മാറുന്നതും. നല്ല ഭക്ഷണം ഫ്രഷായി ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും നല്ല ഹെൽത്തിയായി ഇരിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾക്ക് ഈ സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടത് ബദാം, പിസ്ത, കാഷ്യൂ, ഈന്തപ്പഴം എന്നിവയാണ്. ഒരാൾക്കുള്ള അളവിലാണ് ഇതുണ്ടാക്കുന്നത്. ഇപ്പോൾ എടുത്തിരിക്കുന്ന ഇതിൻ്റെ എല്ലാം അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതിനെല്ലാം ഭയങ്കര വിലയല്ലേ എന്നെല്ലാം. നമ്മൾ ഡ്രസ്സിനും പുറത്തുപോയി ആഹാരം കഴിക്കാനുമൊക്കെ എത്ര രൂപയാണ് ചിലവാക്കാറ്? ഹോസ്പിറ്റലിൽ പോകാതെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ കുറച്ച് പൈസ ചിലവായാലും കുഴപ്പമില്ല. പിന്നെ ഇതെല്ലാം 1 കിലോ ഒന്നും വേണ്ട, 8-10 എണ്ണം മതി. ഇത് പതിവായി കുടിച്ചു നോക്കൂ, പല ആരോഗ്യ പ്രശ്നങ്ങളും പമ്പ കിടക്കും. ഒരു ബൗളിൽ 10 അണ്ടിപ്പരിപ്പ്, 10 ബദാം, 10 പിസ്ത, 8 ഈന്തപ്പഴം എന്നിവയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കുക. ഇത് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേന്ന് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ പച്ചവെള്ളത്തിന് പകരം ചുടുവെള്ളം ഒഴിച്ച് 1 മണിക്കൂർ വെച്ചാൽ മതി. ഞാൻ തലേന്നാണ് കുതിർക്കാനിടുന്നത്. നമ്മൾ തലേന്ന് കുതിർക്കാൻ വെച്ചത് നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ കുതിർത്ത് വെച്ചതെല്ലാം കൂടി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴത്തിൻ്റെ കുരു എടുത്തിട്ടില്ലെങ്കിൽ കുരു എടുത്ത് മാറ്റണം. ഇനി ഇതിലേക്ക് ഒരു പച്ചനാടൻ പഴം കൂടി മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ലിറ്റർ, അതായത് 1 ഗ്ലാസ് പാല് കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ വേനൽക്കാലത്ത് നല്ല തണുത്തത് കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ പാല് കാച്ചി ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചത് ഇതിൽ ചേർക്കാം. കുട്ടികൾക്കാണെങ്കിൽ കാച്ചിയ പാൽ ലേശം തണുത്തത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് സെർവ് ചെയ്യാം. ഒരു ഗ്ലാസ് ജാറിലേക്ക് നല്ല ക്രീമി മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. മുകളിൽ കുറച്ച് നട്ട്സ് വെച്ച് അലങ്കരിക്കാം. ഷുഗറൊന്നും ചേർക്കേണ്ട, അല്ലാതെ തന്നെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഈ പാനീയത്തിന്. നല്ല ഹെൽത്തി ടേസ്റ്റി ഡ്രിങ്ക് റെഡി. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കുടിച്ചു നോക്കിയാൽ പിന്നെ ഇത് നിങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാക്കും തീർച്ച. വളരെ സിമ്പിളും ഹെൽത്തിയുമായ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.